ഹലോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ മുൻകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി 8 മാർക്കിൻ്റെ ചോദ്യം ഇതാണ്: കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. കോർഡിനേഷൻ എന്നത് മാനേജ്മെന്റിന്റെ എസൻസ് ആണ്. ഡു യു അഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ ബൈ എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതായത് കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും വെച്ച് നമ്മളതിനെ സാധൂകരിക്കുക. ചോദിച്ചിരിക്കുന്നത് 2017 ഫസ്റ്റ് ടൈമിലാണ്. ഏറ്റവും ആദ്യമായി കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻസ് ആർ: 1. ഗ്രോത്ത് ഇൻ സൈസ്. When there is a growth in size, the number of people employed by the organization also increase. Thus, to integrate the efforts, coordination is needed. അതായത് ഒരു സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാർ ഒരുപാട് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ ജോലിക്കാരെല്ലാം ഏകോപിപ്പിക്കാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കാനെ കൊണ്ട് കോർഡിനേഷൻ അത്യാവശ്യമാണ്. രണ്ടാമത് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. In an organization, there are separate departments and different goals. ഒരു സ്ഥാപനത്തിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, പലതരത്തിലുള്ള ഗോളുകളുണ്ട്. The process of linking these activities is achieved by coordination. ഈ ഡിപ്പാർട്ട്മെന്റുകളെയും ഈ ഗോളുകളെയെല്ലാം ഏകോപിപ്പിക്കാനെ കൊണ്ട് കോർഡിനേഷനെ കൊണ്ട് മാത്രമേ സഹായിക്കൂ. അടുത്ത മൂന്നാമത്തെയാണ് സ്പെഷ്യലൈസേഷൻ. Modern organization is characterized by high degree of specialization. Coordination is required among different specialists because of their different approach, judgment, etc. അതായത് ആധുനികമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ സ്പെഷ്യലൈസേഷനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ, അവർക്ക് പലതരത്തിലുള്ള അപ്രോച്ചുകളായിരിക്കാം, പലതരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകളാവാം. അവയെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അവിടെ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അടുത്ത കോർഡിനേഷൻ്റെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. കോർഡിനേഷൻസ് ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫോർട്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ് ദ എഫോർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ടുവേർഡ്സ് ദ സെറ്റ് ടാർഗറ്റ് ഓർ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ടാർഗറ്റിലേക്ക് ഓരോ ഇൻഡിവിജ്വലിന്റെ എഫോർട്ടുകളെയും പ്രകടനത്തെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനെ കൊണ്ട് കോർഡിനേഷൻ അത്യാവശ്യമാണ്. രണ്ടാമത്, കോർഡിനേഷൻ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. ഇറ്റ് യൂണിഫൈ ദ ആക്ഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. അതായത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുചെന്ന് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യിപ്പിക്കാൻ കോർഡിനേഷൻ ആവശ്യമാണ്. അടുത്തത്, കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ആൾ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഇറ്റ് ഇന്റഗ്രേറ്റ് ദ എഫോർട്ട് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിഫറെന്റ് ലെവൽ. അതായത് കോർഡിനേഷൻ പെർവാസീവ് ഫംഗ്ഷൻ ആണ്. പെർവാസീവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെന്റിനും കോർഡിനേഷൻ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ ലെവലുകളുടെയും പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേഷൻ ഏകോപിപ്പിക്കുന്നു. അടുത്ത നാലാമത്തെയാണ്, കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൾ മാനേജേഴ്സ്. കോർഡിനേഷൻ എന്നത് എല്ലാ മാനേജേഴ്സിന്റെയും കൂട്ട ഉത്തരവാദിത്തമാണ്. കോർഡിനേഷൻ ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ് ദ മാനേജേഴ്സ് അറ്റ് ആൾ ലെവൽ. അതായത് എല്ലാ ലെവലിലുള്ള മാനേജേഴ്സിന്റെയും, ടോപ്പ് ലെവലാവാം, മിഡിൽ ലെവലാവാം, ലോവർ ലെവലാവാം, അവിടുത്തെ എല്ലാ മാനേജേഴ്സും ഈ കോർഡിനേഷൻ ഇൻവോൾവ് ആയിരിക്കണം. അടുത്ത അഞ്ചാമത്തെയാണ്, കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റീവ് ഫംഗ്ഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഡെലിബറേറ്റീവ് ഫംഗ്ഷൻ ആണ്. മാനേജേഴ്സ് പ്രാക്ടീസ് കോർഡിനേഷൻ ഡെലിബറേറ്റ്ലി സോ ആസ് ടു ഗീവ് ഡയറക്ഷൻ ടു ദ എഫോർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് കൃത്യമായി എല്ലാ മാനേജേഴ്സും കോർഡിനേഷനെ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഡയറക്ഷൻ നൽകാൻ കൊണ്ട് പറ്റുകയുള്ളൂ. അടുത്ത 5 മാർക്കിന്റെ ചോദ്യമാണ്: Volkswagen's famous car manufacturing company decided to call back some of its models due to poor pollution standards. By doing so, they upheld one of the objectives of management. Briefly explain the objectives of management in the light of above actions. 2017 മാർച്ചിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അതായത് വോക്സ്വാഗൺ കമ്പനി അവരുടെ മാനുഫാക്ചറിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ചില പിഴവുകൾ കൊണ്ട്, പൊല്യൂഷൻ്റെ ഒക്കെ ഇഷ്യൂ കൊണ്ട് അവരുടെ കാറുകൾ തിരിച്ചു വിളിച്ചു. മാനേജേഴ്സ് അവരുടെ ഏത് ഒബ്ജക്റ്റീവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ഇത് തിരിച്ചു വിളിച്ചിരിക്കുന്നത്, അതിനുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ നൽകാനെ കൊണ്ടാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവുകളാണ് ഒരു മാനേജ്മെന്റിന് ഉണ്ടാവേണ്ടത്. ഒന്ന് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, അതിനകത്ത് ഒന്നാമത്തെയാണ് സർവൈവൽ. ഇറ്റ് ഈസ് എക്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം ഇൻ ദ കോമ്പറ്റീഷൻ മാർക്കറ്റ്. അതായത് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ സ്ഥാപനം നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെയാണ് പ്രോഫിറ്റ്. ഇറ്റ് പ്രൊവൈഡ് എ വൈറ്റൽ ഇൻസെൻറ്റീവ് ഫോർ ദ കണ്ടിന്യൂഡ് സക്സസ്ഫുൾ ഓപ്പറേഷൻ. ബിസിനസ് തുടർച്ചയായി വിജയകരമായി കൊണ്ടുപോകുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള എഫക്റ്റാണ് പ്രോഫിറ്റ്. മൂന്നാമത്തെയാണ് ഗ്രോത്ത്. സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് മെഷേർഡ് ബൈ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിന്റെ വളർച്ച അല്ലെങ്കിൽ വിജയം എന്നത് ആ സ്ഥാപനം എത്രത്തോളം വളരുന്നു, എത്രത്തോളം വികസിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. സോ ദീസ് ആർ ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആസ് റിഗാർഡിംഗ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ്. രണ്ടാമത്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേഷൻ ഓഫ് ബെനിഫിറ്റ് ഫോർ ദ സൊസൈറ്റി. സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെല്ലാം സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. അത് ഉദാഹരണമാണ്, ഒരുപാട് ജോലി സാധ്യതകൾ നൽകുന്നു, നല്ല നല്ല പ്രോഡക്റ്റുകളെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കൊണ്ട് സഹായിക്കുന്നു. സോ ദീസ് ആർ ദ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. അടുത്ത മൂന്നാമത്തെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എംപ്ലോയീസ് ലൈക്ക് ഗുഡ് സാലറി, പ്രൊമോഷൻ, സോഷ്യൽ റെക്കഗ്നൈസേഷൻ, ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര ആർ ദ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് എംപ്ലോയീസിന് നല്ല ശമ്പളം കൊടുക്കുക, പ്രൊമോഷൻ നൽകുക, സാമൂഹികപരമായ ഒരു അംഗീകാരം കൊടുക്കുക, ആരോഗ്യപരമായ ഒരു ജോലി അവസ്ഥ നൽകുക, ഇവയൊക്കെ മാനേജ്മെന്റിന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി തന്നെ വീഡിയോകളിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് ഒരു ചോദ്യം ഇതാണ്, എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. ഫസ്റ്റ് ടൈം 2017-18 ചോദിച്ചതാണ്. അതേപോലെ തന്നെ മാർച്ച് 2015 ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഇതാണ്, മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്. എ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസ് എന്ന് വെച്ചാൽ വളരെ ശാസ്ത്രീയമായ ഒരു അറിവിന്റെ ബോഡിയാണ്. കണ്ടെയ്നിങ് സം ജനറൽ ട്രൂത്ത്. അതിന് എന്തുണ്ട്, പൊതുവായ ചില സത്യങ്ങളുണ്ട്. അപ്പോൾ പൊതുവായ ചില സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബോഡി ഓഫ് നോളജ്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജിനെ പറഞ്ഞ പേരാണ് സയൻസ്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. പല കാര്യങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ ഇതിനകത്ത് കാണിച്ചു തരുന്നു. സോ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സയൻസ് ആർ ആസ് ഫോളോസ്. സയൻസിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് താഴെ പറയുന്നവയാണ്. ഒന്ന്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. രണ്ട്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ആൻഡ് മാനേജ് ഹൗ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ലോകത്തിൽ എല്ലായിടത്തും സയൻസിന്റെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിളുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെയാണ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ആൻഡ് മാനേജ് ഹാവ് ബീൻ ഡെവലപ്ഡ് ആഫ്റ്റർ ത്രൂ സയന്റിഫിക് എൻക്വയറി ആൻഡ് എക്സ്പെരിമെന്റ്സ്. ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടിയാണ് സയൻസിന്റെ ആണെങ്കിലും മാനേജ്മെന്റിന്റെ ആണെങ്കിലും സിദ്ധാന്തങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. 4, ദ വാലിഡിറ്റി ഓഫ് ബോത്ത് സയന്റിഫിക് ആൻഡ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി വെരിഫൈഡ്. അതായത് സയൻസിന്റെ ആയാലും ശരി, മാനേജ്മെന്റിന്റെ ആയാലും ശരി, മാനേജ്മെന്റ് പ്രിൻസിപ്പിളുകളായാലും ശരി, അവയുടെ വാലിഡിറ്റി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്കത് തെളിയിക്കാനെ കൊണ്ട് പറ്റുന്നതാണ്. അടുത്ത 4 മാർക്കിന്റെ ചോദ്യം. 4 മാർക്കിന്റെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതാണ്, ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് മാനേജീരിയൽ ഫങ്ഷൻസ് to be performed if you are appointed as a manager in an organization. ഒരു ഓർഗനൈസേഷനിലെ മാനേജറായി നിങ്ങളെ അപ്പോയിൻമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യുന്ന മാനേജീരിയൽ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള മാനേജീരിയൽ ഫങ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്ലാനിങ്. ഏറ്റവും ആദ്യത്തെ പരിപാടിയാണ് പ്ലാനിങ്. പ്ലാനിങ് ഇസ് ദ ബേസിക് മാനേജീരിയൽ ഫങ്ഷൻ. ഏറ്റവും അടിസ്ഥാനപരമായ മാനേജീരിയൽ ഫങ്ഷനാണ് പ്ലാനിങ്. Planning is deciding in advance what to do, how to do it, when to do it and who is to do it. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നതിനെ പറഞ്ഞ പേരാണ് പ്ലാനിങ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് ഇസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ടുവേർഡ്സ് എ ഡിസൈഡ് ഗോൾസ്. അതായത് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഓർഗനൈസിങ്. മൂന്നാമത്തെയാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് മീൻസ് ഫില്ലിംഗ് അപ്പ് വേരിയസ് ജോബ്സ് ഇൻ ദ എന്റർപ്രൈസ് വിത്ത് കോമ്പിറ്റന്റ് പേഴ്സണൽ. അതായത് ഏറ്റവും ഉചിതമായ വ്യക്തിയെ വെച്ച് നമ്മുടെ സ്ഥാപനത്തിലെ ഒഴിവുകൾ ഫില്ല് ചെയ്യുക എന്ന് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് സ്റ്റാഫിംഗ്. നാലാമത്തെയാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് മീൻസ് പുട്ടിംഗ് ദ പ്ലാൻസ് ഇൻ ടു ആക്ഷൻ. അതായത് പദ്ധതികളെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ടൈംഡ് ആസ് ആക്ടുവേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള പാർട്ടാണ് ഡയറക്റ്റിംഗ്. ദെയർഫോർ ഡയറക്റ്റിംഗ് ഈസ് നോൺ ആസ് മാനേജ്മെന്റ് ഇൻ ആക്ഷൻ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാനേജ്മെന്റ് ഇൻ ആക്ഷൻ. അടുത്ത 5-ാമത്തെയാണ് കൺട്രോളിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ദ മാനേജ്മെന്റ്
which includes measurement of actual performance with the predetermined standard, detecting deviations and taking remedial actions. അതായത് നമ്മൾ ചെയ്തേക്കുന്ന പ്രവൃത്തിയും നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചേക്കുന്ന സ്റ്റാൻഡേർഡ്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ റെമഡിയൽ ആക്ഷൻസുകളൊക്കെ എടുക്കുന്ന മാനേജ്മെന്റ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺട്രോളിംഗ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഓർ ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. അടുത്തൊരു ചോദ്യം ഇതാണ്: ബിസിനസ് ടുഡേ ഈസ് എ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് ഇൻ നേച്ചർ. മാനേജ്മെന്റ് ഹെൽപ്സ് പീപ്പിൾസ് ടു അഡാപ്റ്റ് ദീസ് ചേഞ്ചസ്. In the light of this statement, explain other significance of management. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കും, ഇന്നത്തെ ബിസിനസ് വളരെ ഡൈനാമിക് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് നേച്ചർ ഉള്ളതാണ്. സോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനെ കൊണ്ട് മാനേജ്മെന്റ് സഹായകമാകുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് നമ്മൾ മാനേജ്മെൻറ്റ് സിഗ്നിഫിക്കൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2016 മാർച്ചിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ചോദ്യം സിമ്പിളി പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഒന്ന്, അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. ദ എഫേർട്ട് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ കോമൺ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് ഇതാണ്: എല്ലാ തരത്തിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ആണെങ്കിലും ഓർഗനൈസേഷൻ്റെ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കൂടെ ഓർഗനൈസ് ചെയ്ത് ബിസിനസിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യം അച്ചീവ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്താണ് ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത കൂട്ടുക. ആൻഡ് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ഇംപ്ലൈസ് മിനിമൈസിംഗ് ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ടിവിറ്റി ത്രൂ ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. ഇൻക്രീസിങ് എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിഭവങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ യൂസ് ചെയ്ത് ചിലവ് കുറച്ച് ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിനെ പറഞ്ഞ പേരാണ് ഇൻക്രീസിങ് എഫിഷ്യൻസി. അപ്പോൾ മാനേജ്മെന്റ് കൊണ്ട് എഫിഷ്യൻസി വർദ്ധിക്കും. അടുത്ത മൂന്നാമത്തെയാണ് ക്രിയേറ്റ് ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു അഡാപ്റ്റ് ദ ചേഞ്ചസ് ഇൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിക്കൽ ചേഞ്ചസ്. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഉണ്ടായേക്കുന്ന ചേഞ്ചസുകൾക്കനുസരിച്ച് ഓർഗനൈസേഷനെ അഡോപ്റ്റ് ചെയ്യാനെ കൊണ്ട് മാനേജ്മെന്റ് സഹായിക്കും. അതായത് വെളിയിൽ ഒരു തരത്തിലുള്ള ഒരു ഈവന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓർഗനൈസേഷനെ മാറ്റാനെ കൊണ്ട് മാനേജ്മെന്റ് കൊണ്ട് സഹായിക്കും. നാലാമത്തെയാണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് ത്രൂ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ പേഴ്സണൽ ഒബ്ജക്റ്റീവ്. മോട്ടിവേഷൻ കൊണ്ടും ലീഡർഷിപ്പ് കൊണ്ടും മാനേജ്മെന്റ് എന്തിനു സഹായകമാകുന്നു? ഓരോ വ്യക്തിക്കും ഓരോ എംപ്ലോയീസിനും അവരുടെ ലക്ഷ്യങ്ങൾ കൂടി, പേഴ്സണലായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൂടി നേടിയെടുക്കാൻ കൊണ്ട് സഹായകമാകുന്നു. അഞ്ചാമത്തെയാണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ വികസനത്തിന് മാനേജ്മെന്റ് സഹായകമാകുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, create employment, generate new technology, in the sense it helps in the development of society. അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നൽകി, സർവീസുകൾ നൽകി, ഒരുപാട് തൊഴിലുകൾ നൽകി, പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നൊക്കെ നമ്മളുടെ സമൂഹത്തിൻ്റെ വികസനത്തിന് മാനേജ്മെന്റ് സഹായകമാകുന്നു. അടുത്തൊരു ചോദ്യം ഇതാണ്: ഫാത്തിമ ഒപ്പീൻ ദാറ്റ് കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. ഡു യു എഗ്രി? അതായത് ഫാത്തിമ പറഞ്ഞിരിക്കുന്നതാണ് കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് വളരെ എസൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കോർഡിനേഷൻ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? 2018 ഫസ്റ്റ് ടൈമിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇതിന്റെ ഉത്തരങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത്, ശ്രീ പ്രകാശ് ഈസ് ദ മാർക്കറ്റിംഗ് മാനേജർ ഓഫ് എ ഫേം. എ, ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് ടു വിച്ച് ഹി ബിലോങ്സ്. 2, സ്റ്റേറ്റ് എനി 3 ഫങ്ഷൻസ് ഓഫ് ദിസ് ലെവൽസ് ഓഫ് മാനേജേഴ്സ്. അതായത് പ്രകാശ് ഒരു മാർക്കറ്റിംഗ് മാനേജറാണ്. അങ്ങനെയാണെങ്കിൽ പ്രകാശ് ഏത് ലെവലിലുള്ള മാനേജറാണ്? ദെൻ ആ ലെവലിൽ എന്തൊക്കെ തരത്തിലുള്ള ഫംഗ്ഷനുകളാണ് ആ മാനേജർ ചെയ്യുക? സോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ നമ്മൾ ഇനി വരുന്നതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തായി നമ്മൾ നോക്കുന്നത് 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യത്തിൽ ഇതാണ്: ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് which connect the top executive with the supervisory staff. List any 2 functions to be performed by them. അതായത് സൂപ്പർവൈസറി ലെവലിലെയും ടോപ്പ് ലെവലിനെയും കൂടെ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന, കണക്ട് ചെയ്യിപ്പിക്കുന്ന ലെവൽ ഓഫ് മാനേജ്മെന്റ് ഏതാണ്?
അവർ ചെയ്യുന്ന 2 പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 2017 ഹാഫ് ഇയർ ക്വസ്റ്റ്യൻ ആണത്. അതിൻ്റെ ഉത്തരം ഇതാണ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. നേരത്തെ തന്നെ ഉത്തരം ഇത് തന്നെയാണ്. അവരുടെ ഫങ്ഷൻസ് ഇതാണ്: ഒന്ന്, പ്ലാൻ ദ ഡിപ്പാർട്ട്മെന്റൽ ഓപ്പറേഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്യുക. 2, ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ദ ഡിപ്പാർട്ട്മെന്റ് ആസ് പെർ ദ മെയിൻ പ്ലാൻ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും മെയിൻ പ്ലാനിനനുസരിച്ചിട്ടാണോ ആ ഡിപ്പാർട്ട്മെന്റ് പദ്ധതികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യുക. ഇതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. മൂന്നാമൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, അത് ഇതാണ്: ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയും ബോട്ടം ലെവൽ മാനേജ്മെന്റിനെയും കൂടി ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അടുത്തൊരു ചോദ്യം ഇതാണ്: ക്രിട്ടിക്കലി എക്സാമിൻ ഹൗ കോർഡിനേഷൻ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ടൈം 2017 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇതിന്റെ ഉത്തരങ്ങളും ഓൾറെഡി 8 മാർക്കിന്റെ ചോദ്യത്തിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഗോഗോ ആർഗ്യൂഡ് ദാറ്റ് പ്രോഫിറ്റ് ഈസ് ദ ഓൺലി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ്. എ, ഡു യു എഗ്രി വിത്ത് ഹിം? ബി, ഗിവ് ദ റീസൺ. 2018 സേക് പരീക്ഷയുടെ ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഗോഗോ പറഞ്ഞിരിക്കുന്നതാണ്, ലാഭമാണ് ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അതിന്റെ റീസൺ പറയാം. ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: മാനേജ്മെന്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ. എക്സ്പ്ലെയിൻ എനി 3 points ടു വാലിഡേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ടൈം 2019 ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. അതായത്, ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഈ സ്റ്റേറ്റ്മെന്റിനെ വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 3 പോയിന്റുകൾ പറയാം. സോ അവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്: ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റ് ഈസ് എ കോംപ്ലക്സ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ആക്ടിവിറ്റി. ബൈ ഡിസ്ക്രൈബിംഗ് ദ 3 dimensions ഓഫ് മാനേജ്മെന്റ്. 2019 മോഡൽ പരീക്ഷയുടെ ചോദ്യം ഇതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ ആക്ടിവിറ്റി ആണ്. നിങ്ങൾ മാനേജ്മെന്റിന്റെ 3 ഡയമെൻഷനുകൾ ഡിസ്ക്രൈബ് ചെയ്ത് വിവരിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യാനെ കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റിന്റെ 3 ഡയമെൻഷനുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം എന്താണ് മൾട്ടി ഡയമെൻഷണൽ എന്ന് നോക്കാം. മാനേജ്മെന്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ. മൾട്ടി ഡയമെൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ 1 ആക്ടിവിറ്റി. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനമല്ല, ഇസ് എ കോംപ്ലക്സ് ഓഫ് ആക്ടിവിറ്റി ഇൻക്ലൂഡിംഗ് 3 മെയിൻ ആക്ടിവിറ്റി. 3 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ചേർന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് അതിനെ മാനേജ്മെന്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനമാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക്, ജോലിയെ മാനേജ് ചെയ്യുക. വിത്ത് മാനേജ്മെന്റ് the work of an organization is interpreted in the terms of the objectives and goals achieved owing to the work. അതായത് മാനേജ്മെന്റ് ഓഫ് വർക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, ഏത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും. അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. രണ്ടാമത്തെയാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. മാനേജിങ് ദ പീപ്പിൾ ഇംപ്ലോയീസ്, ഡീലിംഗ് വിത്ത് ദ എംപ്ലോയീസ് both as individual and as group such that their strengths are utilized and their weaknesses are identified. മാനേജിങ് പീപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനെ ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഡീൽ ചെയ്യുക. ഓരോ എംപ്ലോയീസിനെയും, ഒരു കൂട്ടം എംപ്ലോയീസിനെയും നമ്മൾ ഡീൽ ചെയ്യുക, മാനേജേഴ്സ് ഡീൽ ചെയ്യുക. അതിൽ നിന്നും എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാനും അത് യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കും. അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ വീക്ക്നെസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനെ കൊണ്ടും സഹായിക്കും. മൂന്നാമത്തെ പ്രോസസ്സാണ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. The production process where the inputs are transformed into a product or service require to continuous management in order to ensure the utilization of resource efficiently and effectively. അതായത് ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളായിട്ടോ പ്രോഡക്റ്റുകളായിട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടിന്യൂസ് പ്രോസസ്സിൽ മാനേജേഴ്സ് തീർച്ചയായും നമ്മൾ റിസോഴ്സുകളെല്ലാം ഏറ്റവും എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടുമാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തണം. സോ ഇവ മൂന്നെണ്ണമാണ് മാനേജേഴ്സ് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട 3 വർക്കുകൾ അല്ലെങ്കിൽ ഡയമെൻഷൻസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ പറയാം. ദാറ്റ് ഈസ് സിംപിളി മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം ഇതാണ്:
efficiency and effectiveness are the two sides of the same coin. Comment your views in the light of management. 2018-19 മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ. അതായത് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നിങ്ങൾ ഇതിനോട് ഉള്ള നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എഫക്റ്റീവ്നെസ് എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റിംഗ് എ ഗിവൺ ടാസ്ക് ഇൻ ദ റിക്വയർഡ് ടൈം വിത്ത് എ ഫോക്കസ് ഓൺ ദ എൻഡ് റിസൾട്ട്. അതായത് നമ്മളുടെ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മളുടെ ജോലി ചെയ്തു തീർക്കുകയാണെങ്കിൽ അതിനെ എഫക്റ്റീവ്നെസ് എന്ന് പറയും. എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റിംഗ് എ ടാസ്ക് വിത്ത് ദ മിനിമം പോസിബിൾ കോസ്റ്റ് ആൻഡ് റിസോഴ്സ്. അതായത് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ റിസോഴ്സുകൾ ഉപയോഗിച്ച് നമ്മളുടെ ജോലികൾ ചെയ്തു തീർക്കുന്നതിനെ എഫിഷ്യൻസി എന്ന് പറയും. അതുകൊണ്ട് തന്നെ ബോത്ത് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ആർ ടു പ്രൈം ഇൻപുട്ട് ഫോർ അച്ചീവിംഗ് ആൻ ഓർഗനൈസേഷണൽ ഗോൾ. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പ്രധാനമായും വേണ്ടുന്ന രണ്ട് ഗോളുകളാണ് എന്താ? എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. ഡു യു അഗ്രി ദാറ്റ് മാനേജ്മെന്റ് ഹാസ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് സബ്സ്റ്റാൻഷിയേറ്റ്? 2016 ചോദ്യമാണ്. അതായത് മാനേജ്മെന്റിന് സയൻസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ എന്ന് 2016 ചോദിച്ചേക്കാം. യെസ്, തീർച്ചയായും ഐ അഗ്രി. എ സയൻസ് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. നമ്മളിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂയിങ് സം ജനറൽ ട്രൂത്ത്. ചില പൊതുവായ സത്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജിനെ പറയുന്ന പേരാണ് സയൻസ്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. പല വേരിയബിൾസും നമ്മുടെ അടുത്തുള്ള ബന്ധമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് സയൻസിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ക്വാളിറ്റി ഇതാണ്, ഫീച്ചേഴ്സ് ഇതാണ്. ഒന്ന്, ഇറ്റ് ഈസ് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. 2, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ആഫ്റ്റർ തറോ സയന്റിഫിക് എൻക്വയറി ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അതായത് നല്ല എക്സ്പെരിമെന്റേഷനിൽ കൂടിയും അതേപോലെ തന്നെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ കൂടിയായിരിക്കും സയൻസിൻ്റെ മാനേജ്മെന്റിൻ്റെയും സിദ്ധാന്തങ്ങളെല്ലാം രൂപപ്പെടുത്തിയേക്കുന്നത്. അത് മാത്രമല്ല പിന്നീട് നമ്മളിത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ് എന്നൊക്കെ നേരത്തെ പഠിച്ചിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ലിസ്റ്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. 2018 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. മാനേജ്മെന്റ് ഒരു ആർട്ടാണ്, അതിൻ്റെ 2 ഫീച്ചറുകൾ പറയുമെന്ന്. ഓക്കെ, ആ ഫീച്ചറുകളാണ്. ഒന്ന്, പ്രാക്ടിക്കൽ നോളജ് ആവശ്യമാണ്. മാനേജ്മെന്റ് ഇൻവോൾവ്സ് വേരിയസ് ഫങ്ഷൻസ് സച്ച് ആസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ് എക്സെട്ര. മാനേജ്മെന്റിനകത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതായത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ് തുടങ്ങിയ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇറ്റ് റിക്വയർ പ്രാക്ടിക്കൽ നോ ഹൗ ടു പെർഫോം ദിസ് ഫംഗ്ഷൻ. ഈ ജോലികളെല്ലാം എങ്ങനെ ചെയ്തു തീർക്കണം എന്നുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് തീർച്ചയായും ഇതിന് അത്യാവശ്യമാണ്. 2, പേഴ്സണൽ സ്കിൽ. ത്രൂ എ മാനേജർ may be highly qualified, but he requires personal skill to put things into practice successfully. അതായത് മാനേജേഴ്സിന് വ്യക്തിപരമായ കഴിവുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം വിജയകരമായി ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി. അതായത് മാനേജേഴ്സ് ചിലപ്പോൾ ഭയങ്കര ക്വാളിഫൈഡ് ആയിരിക്കും, പക്ഷെ അതൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്ത് തീർക്കണമെങ്കിൽ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ചില സ്കില്ലുകൾ കൂടി അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്. The concept of management is relevant in every aspect of life. Which features of management is indicated here? Briefly explain. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സുകളിലും മാനേജ്മെന്റ് കൺസെപ്റ്റുകൾ ആവശ്യമാണ്. മാനേജ്മെന്റ് ഏത് ഫീച്ചറിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിനെ ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചേക്കാണ്. 2018 ചോദ്യമാണ്. ഉത്തരം ഇതാണ്. മാനേജ്മെന്റ് ഈസ് ആൾ പെർവാസീവ്. അതായത് മാനേജ്മെന്റ് പെർവാസീവ് ആണ്. എല്ലായിടത്തും മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ദ യൂസ് ഓഫ് മാനേജ്മെന്റ് ഈസ് സ്പ്രെഡ് വേൾഡ് വൈഡ്, ദാറ്റ് ഈസ് വൈഡ്ലി, ആൻഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ആൾ ഓർഗനൈസേഷൻ, ബിഗ് ഓർ സ്മാൾ, പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന മാനേജ്മെന്റ് പെർവാസീവ് നേച്ചറാണ്. കാരണം ചെറുതായാലും വലുതായാലും ലാഭകരമായിട്ടുള്ള സ്ഥാപനമായാലും നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും എവിടെ ആണെങ്കിലും മാനേജ്മെന്റ് ഒരേപോലെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അടുത്ത ചോദ്യം. മദൻ ആൻഡ് സിദൻ ഗെറ്റ് ഇൻ ടു ആൻ ആർഗ്യുമെന്റ് വെദർ മാനേജ്മെന്റ് ഈസ് പ്രൊഫഷൻ ഓർ നോട്ട്. ഹെൽപ്പ് ദം ടു റിസോൾവ് ദ കോൺഫ്ലിക്റ്റ്. 2017 പരീക്ഷയുടെ ചോദ്യമാണ്. അതായത് മദനും സിദനും പറയുകയാണ് തമ്മിലൊരു തർക്കം, മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണോ അല്ലയോ എന്ന്. നമ്മൾ ആ തർക്കം പരിഹരിച്ചു കൊടുക്കാനും കൊണ്ടാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇതാണ്.
എ പ്രൊഫഷൻ ഈസ് ആൻ ഒക്യുപ്പേഷൻ ദാറ്റ് റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ഓഫൺ ലോങ് ഇൻറ്റൻസീവ് അക്കാദമിക് പ്രിപ്പറേഷൻസ്. അതായത് പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലും അതേപോലെ തന്നെ അക്കാദമിക് പ്രിപ്പറേഷനും ആവശ്യമായിരിക്കുന്ന ഒരു ജോലിയാണ്. ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ ആർ ആസ് ഫോളോസ്. ഒന്ന്, സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ്. എന്താണ് പ്രൊഫഷൻ? മിക്കവാറുള്ള എല്ലാ പ്രൊഫഷനിലും സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കും. റിസ്ട്രിക്റ്റഡ് എൻട്രി, എല്ലാ ആൾക്കാർക്കും അവിടേക്ക് കയറാൻ പറ്റില്ല. സർവീസ് മോട്ടീവ്, സർവീസ് ആയിരിക്കും അവിടുത്തെ ലക്ഷ്യം. റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. കോഡ് ഓഫ് കണ്ടക്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചില ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം മാനേജ്മെന്റിനും ആപ്ലിക്കേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ കൂടിയാണ്. അടുത്തത്, ഇൻ എ ക്ലാസ് റൂം ഡിബേറ്റ് നവമി ആർഗ്യൂഡ് ദാറ്റ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഡു യു എഗ്രി? വൈ? 2018 മോഡൽ ചോദ്യമാണ്. അതായത് ഒരു ക്ലാസ് റൂം ഡിബേറ്റിൽ നവമി പറയാണ് മാനേജ്മെന്റ് ഒരു മൾട്ടി ഡയമെൻഷനാണ്. നമ്മൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, നെയിം എനി 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് ടൈം 2018 ഫസ്റ്റ് ടൈം ചോദിച്ചേക്കുന്ന ചോദ്യമാണ് മാനേജ്മെന്റ് 2 ക്യാരക്ടറിസ്റ്റിക്സുകൾ. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. അടുത്തത്, ഗീവ് 2 റീസൺസ് ദാറ്റ് മാനേജ്മെന്റ് ഈസ് കാൾഡ് ആസ് സയൻസ്. മാർച്ച് 2018 ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേംസ് എഫിഷ്യൻസി ഇൻ റിലേഷൻ വിത്ത് മാനേജ്മെന്റ്. മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തി എഫിഷ്യൻസിയെ പറ്റി പറയാൻ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അടുത്തത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഗിവ് എനി 2 ഡയമെൻഷൻസ് ഓഫ് ഇറ്റ്. 2019 സേ പരീക്ഷയുടെ ചോദ്യമാണ്. അതും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, കോർഡിനേഷൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് for the success of management. Based on this statement, explain any 2 characteristics of this management function. അതായത് ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് കോർഡിനേഷൻ വളരെ അത്യാവശ്യമായ ഘടകമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി ഈ പറയപ്പെടുന്ന മാനേജ്മെന്റ് ഫംഗ്ഷന്റെ 2 സ്വഭാവങ്ങൾ എഴുതാൻ, അതോ 8 മാർക്കിന്റെ ചോദ്യത്തിൽ ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത 1 മാർക്കിന്റെ ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മിസ്റ്റർ രവീന്ദ്രൻ ഈസ് ദ മാർക്കറ്റിംഗ് മാനേജർ ഓഫ് ടോയ് മാനുഫാക്ചറിംഗ് കമ്പനി. ഒരു ടോയ് മാനുഫാക്ചറിംഗ് കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജറാണ് രവീന്ദ്രൻ. ഹി മെയിൻറ്റെയിൻ എ ക്ലോസർ വാച്ച് ഓൺ ദ ഡേ ടു ഡേ പെർഫോമൻസ് ഓഫ് ദ സെയിൽസ് പേഴ്സണൽ ഇൻ ദ ഫേം. അതായത് ആ സ്ഥാപനത്തിലെ സെയിൽസ് പേഴ്സൺസിന്റെ പ്രവർത്തനങ്ങളെല്ലാം, ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. നെയിം ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഹി ബിലോങ്ങിങ്സ് ടു. അദ്ദേഹം ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ്? ഉത്തരം ഇതാണ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അടുത്ത ചോദ്യം ഇതാണ്, മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. ഈസ് എ ഡെഫിനിഷൻ ഗീവൻ ബൈ. ഈ ഡെഫിനിഷൻ ആരാണ് നൽകിയത്? അതായത് മറ്റ് വ്യക്തികളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിച്ച് നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡെഫിനിഷൻ ആരാണ് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ പീറ്റർ ഓഫ് ഡർക്കർ, ബി കൂൺസ്, സി മേരി പാർക്കർ ഫോളറ്റ്, ഡി ഹെൻറി ഫോർഡ്. ഉത്തരം കൂൺസ്. അത് മിസ്റ്റർ ശിവകുമാർ, ദ സെയിൽ ഓഫീസർ ഓഫ് എ ഫെയിം, മെയിൻറ്റെയിൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് all the employees in his department. Identify the level of management he belongs to. 2015 മാർച്ചിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അതായത് ഒരു സെയിൽസ് ഓഫീസറാണ്, എല്ലാ എംപ്ലോയീസുമായിട്ട് അദ്ദേഹത്തിന് കോണ്ടാക്റ്റുകളുണ്ട്. അദ്ദേഹം ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ്? ശ്രദ്ധിക്കണം, അദ്ദേഹം സെയിൽസ് മാനേജർ അല്ല, സെയിൽ ഓഫീസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അദ്ദേഹം ഏത് ലെവൽ മാനേജറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് എ ലോവർ ഓർ സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ ഓർ ബോട്ടം ലെവൽ മാനേജ്മെന്റിലെ വ്യക്തിയാണ് ആരാ? മിസ്റ്റർ ശിവകുമാർ. അടുത്ത ചോദ്യമാണ്, ദ പ്രോസസ് ബൈ വിച്ച് മാനേജർ സിൻക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഈസ് നോൺ ആസ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളെല്ലാം സിൻക്രണൈസ് ചെയ്യുക, ഏകോപിപ്പിക്കുന്ന മാനേജ്മെന്റ് പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? എ കൺട്രോളിംഗ്, ബി കോർഡിനേഷൻ, സി ഡയറക്റ്റിംഗ്, ഡി ഓർഗനൈസിംഗ്. മാർച്ച് 2016 സേ പരീക്ഷയ്ക്കും പബ്ലിക് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം ഇതാണ്, കോർഡിനേഷൻ.
അടുത്ത ചോദ്യം ഇതാണ്, മാനേജ്മെന്റ് ഈസ് എ ഡാഷ്. എ എക്സാക്ട് സയൻസ്, ബി പ്യുവർ സയൻസ്, സി ഇൻഎക്സാക്ട് സയൻസ്, ഡി നൺ ഓഫ് ദീസ്. 2017 ഫസ്റ്റ് ടൈം ചോദ്യമാണ്. ഉത്തരം ഇതാണ്, ഇറ്റ് ഈസ് ഇൻഎക്സാക്ട് സയൻസ്. കാരണം ശരി, ഒരു കാരണവശാലും മാനേജ്മെന്റ് കൃത്യമായ സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, പ്യുവർ സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, അത് ഇൻഎക്സാക്ട് സയൻസ് ആണ്. കാരണം മാനേജ്മെന്റിന് സയൻസിന്റെ ഫീച്ചറുകൾ മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു കാരണവശാലും ഒരു ഇൻഎക്സാക്റ്റ് ആയിട്ടുള്ള സയൻസ് അല്ല. അടുത്തത്, റീഅറേഞ്ച് ദ ഫോളോവിങ് മാനേജീരിയൽ ഫങ്ഷൻസ് ഇൻ ദ സീക്വൻഷ്യൽ ഓർഡർ. അതായത് ഇത് നടക്കുന്ന രീതിക്കനുസരിച്ച് ഈ താഴെ തന്നേക്കുന്ന സാധനങ്ങളെ ഓർഡർ ചെയ്യുക. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഓർഗനൈസിങ്, കൺട്രോളിംഗ്, ഡയറക്റ്റിംഗ്. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. അതായത് മാനേജ്മെന്റ് ഫംഗ്ഷൻസിനെ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് പഠിക്കേണ്ടത്. അതിൻ്റെ ഹെഡിങ്ങൾ മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, വാട്ട് മാനേജർ ഡസ് ഇൻ ഇന്ത്യ ഈസ് ദ സെയിം ആസ് വാട്ട് മാനേജർ പ്രാക്ടീസ് ഇൻ US. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് വിൽ ജസ്റ്റിഫൈസ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇന്ത്യയിൽ ചെയ്യുന്ന ജോലി തന്നെയാണ് മാനേജേഴ്സ് US-ലും ചെയ്യുന്നത്. ഇത് ഏത് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഇവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? എ ഗോൾ ഓറിയന്റഡ്, ബി പെർവാസീവ്നെസ്, സി മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച്, ഡി കണ്ടിന്യൂസ് നേച്ചർ. 2017 സേ പരീക്ഷയുടെ ചോദ്യമാണ്. ഉത്തരം ഇതാണ്, പെർവാസീവ്നെസ്. അതായത് മാനേജ്മെന്റ് എല്ലായിടത്തും ഒരേപോലെ തന്നെയായിരിക്കും. അടുത്തത്, സ്പോട്ട് ദ ഓഡ് വൺ. അതായത് കൂട്ടത്തിൽ ചേരാത്തതിനെ സ്പോട്ട് ചെയ്യുക. 1 പ്രൊഡക്ഷൻ മാനേജർ, 2 മാർക്കറ്റിംഗ് മാനേജർ, 3 ജനറൽ മാനേജർ, 4 പേഴ്സണൽ മാനേജർ. ഉത്തരം ഇതാണ്, ജനറൽ മാനേജർ. അടുത്തത്, മിസ്റ്റർ രാഹുൽ ഈസ് വർക്കിംഗ് ആസ് എ പ്രൊഡക്ഷൻ മാനേജർ ഇൻ പെട്രോൾ ലിമിറ്റഡ്. ഒരു പെട്രോൾ ലിമിറ്റഡിലുള്ള പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് മിസ്റ്റർ രാഹുൽ വർക്ക് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഹീസ് ബിലോങ് ടു. അദ്ദേഹം ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ടോപ്പ് ലെവൽ, ഓപ്പറേഷണൽ ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ. ഉത്തരം ഇതാണ്, മിഡിൽ ലെവൽ മാനേജർ. അടുത്തത്, മിസ്റ്റർ വിജയ് ഈസ് വർക്കിംഗ് ആസ് ദ ചീഫ് ഫിനാൻസ് ഓഫീസർ ഓഫ് TVS ഫിനാൻസ് കമ്പനി. അറ്റ് വാട്ട് ലെവൽ ഡസ് ഹി വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് മിസ്റ്റർ വിജയ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് TVS ഫിനാൻസിലെ. അദ്ദേഹം ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റിലാണ് ജോലി ചെയ്യുന്നത്? ഉത്തരം മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ എല്ലായ്പ്പോഴും മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണ്? 1 ഫോർമേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പോളിസീസ്, രണ്ടാമത്തത് ഡയറക്റ്റ് ഓവർസീസ് ഓഫ് ദ എഫോർട്ട് ഓഫ് വർക്ക് ഫോഴ്സ്, സി കോപ്പറേറ്റീവ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഡി അനാലിസിസ് ദ എൻവയോൺമെന്റ്. 2018 സേ പരീക്ഷ ചോദ്യമാണ്. അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇതാണ്, സി കോർപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ബാക്കി ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. അടുത്തത്, പോളിസി ഫോർമുലേഷൻ ഈസ് ദ ഫംഗ്ഷൻസ് ഓഫ് ഡാഷ്. 2018 ചോദ്യമാണ്. പോളിസി ഫോർമുലേഷൻ ആരുടെ ജോലിയാണ്? ടോപ്പ് മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ആൾ ഓഫ് ദീസ്. ഉത്തരം ഇതാണ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും എല്ലായ്പ്പോഴും പോളിസികൾ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തത്, ഫോർമുലേഷൻ ഓഫ് ബോർഡർ പോളിസീസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെന്റ്. അതായത് പോളിസികൾ, ബോർഡർ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഉത്തരം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റുമായി ബന്ധമില്ലാത്ത ഏതാണ്? എ ഗോൾ ഓറിയന്റഡ്, ബി ഗ്രൂപ്പ് ആക്ടിവിറ്റി, സി ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി, ഡി ഡൈനാമിക്. ഉത്തരം ഇതാണ്, സി ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി. ബാക്കിയുള്ളതെല്ലാം മാനേജ്മെന്റുമായി ബന്ധമുള്ളതാണ്. ഇത് 2019 ഫസ്റ്റ് ടൈം ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം ഇതാണ്, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻക്ലൂഡ് എ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, ബി മാനേജ്മെന്റ് ഓഫ് വർക്ക്, സി മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്, ഡി ആൾ ഓഫ് ദീസ്. 2019 ഫസ്റ്റ് ടൈം ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരുപാട് തവണ പറഞ്ഞാണ് ആൾ ഓഫ് ദീസ്. അടുത്തത്, സുന്ദർ പിച്ചൈ ദ CEO ഓഫ് ദ ഗൂഗിൾ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെന്റ്. അതായത് ഗൂഗിളിന്റെ CEO ആണ് സുന്ദർ പിച്ചൈ. അദ്ദേഹം ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ്? 2019 മാർച്ച് മാസത്തിലെ ചോദ്യമാണ്.
ഓപ്ഷൻ സൂപ്പർവൈസറി ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ടോപ്പ് ലെവൽ. ഉത്തരം ഇതാണ്, ടോപ്പ് ലെവൽ മാനേജർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. അടുത്തത് ലുലു ഗ്രൂപ്പ് ഓഫേർഡ് 5 crore rupees to Chief Minister's drought relief fund for the relief activities of recent flood in Kerala. അതായത് കേരളത്തിൽ നടന്നേക്കുന്ന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡൊണേഷൻ നൽകി. വിച്ച് ഒബ്ജക്റ്റീവ് ഓഫ് ദ മാനേജ്മെന്റ് ഈസ് ബീങ് അച്ചീവ്ഡ് ഹിയർ? ഇവിടെ മാനേജ്മെന്റ് ഏത് ലക്ഷ്യമാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്? ഒന്നുമില്ല, സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. അടുത്തതാണ് സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോവിങ്. ശരിയായ പെയർ ചൂസ് ചെയ്യുക. മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ഫോർമുലൽ പ്ലാൻസ് ആൻഡ് പോളിസീസ്. ബി ഡിവിഷണൽ ഹെഡ്സ്, ടോപ്പ് മാനേജ്മെന്റ്. സി ഫിനാൻഷ്യൽ മാനേജർ, ഓപ്പറേഷണൽ മാനേജ്മെന്റ്. ഡി ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്. 2019 പരീക്ഷയുടെ ചോദ്യമാണ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ് എപ്പോഴും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലാത്തുള്ളത് ഏതാണ്? എ പ്രോഫിറ്റ്, ബി സർവൈവൽ, സി പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ്, ഡി ഗ്രോത്ത്. ഉത്തരം സി പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ് ആണ് സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലാത്തത്. അപ്പോൾ ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തെറ്റുകളും കുറ്റങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതും ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിന്റെ എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും.